وسلم وعلى آله وصحبه أجمعين ما بعد. പരിശുദ്ധ റമദാൻ ഖുർആൻ അവതീർണമായ മാസം. റമദാൻ എന്ന ഒരു പദം ഖുർആനിൽ ആകെ ഒരു സ്ഥലത്ത് മാത്രമാണ് അല്ലാഹു കൊടുത്തത്. അത് സൂറത്തുൽ ബഖറയുടെ 185-ാമത്തെ ആയത്തിൽ ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അവതീർണമായ മാസം. എന്തിനാണ് വിശുദ്ധ ഖുർആൻ? ഹുദൻ, സന്മാർഗമാണ്, റഹ്മത്തുൻ, കാരുണ്യമാണ്, വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, സത്യവും അസത്യവും വേർതിരിക്കുന്ന വിശദമായ സന്മാർഗത്തിന്റെ ഗ്രന്ഥം. ഖുർആനുമായി ബന്ധപ്പെട്ടതിനെല്ലാം അല്ലാഹു ഉന്നതമായ സ്ഥാനം കൊടുത്തു. ഖുർആൻ ഇറക്കപ്പെട്ട രാത്രി 1000 മാസത്തെക്കാളും പുണ്യമുള്ള രാത്രിയാക്കി. അത് ഇറക്കപ്പെട്ട പ്രവാചകന്മാരുടെ നേതാവായി. അത് കൊണ്ടുവന്ന മലക്കുകളുടെ നേതാവായി. അതിറക്കപ്പെട്ട ഭൂമിയിൽ ഏറ്റവും പുണ്യമുള്ള സ്ഥലമായിട്ട് മാറി. അതിറക്കപ്പെട്ട സമൂഹം ജനപദത്തിലെ ഏറ്റവും ഉത്കൃഷ്ടരായിട്ട് അല്ലാഹു പരിവർത്തിപ്പിച്ചു. ഖുർആനുമായി ബന്ധപ്പെട്ടതിനെല്ലാം അല്ലാഹു ഉന്നതമായ സ്ഥാനവും പദവിയും നൽകി. പരിശുദ്ധ റമദാൻ കൊണ്ട് നാം നേടിയെടുക്കേണ്ട അതിവലിയ ബൃഹത്തായ കാര്യം പാപങ്ങളിൽ നിന്ന് കഴുകി തുടച്ച് ശുദ്ധമാകുന്ന ഹൃദയത്തിൽ ഖുർആനിന് സ്ഥാനം കൊടുക്കുക എന്നുള്ളതാണ്. ഖുർആനുമായി അലാഖത്തും സിദാഖത്തും ഉണ്ടാക്കിയെടുക്കേണ്ട മാസം. നമ്മൾക്ക് സ്വന്തമായിട്ട് മൊബൈലുണ്ട്, സ്വന്തമായി ബെഡ്റൂമുണ്ട്, സ്വന്തമായി വാഹനമുണ്ട്, സ്വന്തമായി വീടുണ്ട്. അതേ നമ്മൾക്കൊക്കെ സ്വന്തമായിട്ടൊരു മുസ്ഹഫ് ഉണ്ടോ എന്നുള്ളത് അതിപ്രസക്തമായി നാം നമ്മളോട് ചോദിക്കേണ്ട ചോദ്യം. അവനവന്റെ കയ്യിൽ നിന്ന് പണമെടുത്ത് ചെലവാക്കി നാം വാങ്ങിയ ഒരു മുസ്ഹഫെങ്കിലും നമ്മൾക്കുണ്ടോ? അൽ ഖുർആൻ ശഫീഉൻ ലക ഔ അലൈക. ഒന്നെങ്കിൽ നാളെ ഖുർആൻ നമ്മൾക്ക് അനുകൂലമായിട്ട് സാക്ഷ്യം പറയും, അല്ലെങ്കിൽ പ്രതികൂലമായി സാക്ഷ്യം പറയും. ഏതു പറയണമെന്നും തീരുമാനിക്കേണ്ടത് നമ്മളാണ്. ചെറിയ മുണ്ടത്തിന്റെ ഖുർആൻ പരിഭാഷ ആകെയുള്ളത് 1240ഓളം പേജുകൾ മാത്രം. ഒരു 3 ദിവസം ഇരുന്നാൽ 100 പേജെങ്കിലും നമ്മൾ കവർ ചെയ്യും. അപ്പൊ നമ്മൾക്കൊരു ബോധ്യം ഉണ്ടാവും, 15 ദിവസം കൊണ്ട് ഒരു പക്ഷേ ഒരാവർത്തി വായിച്ചു തീർക്കാവുന്നതേ ഉള്ളായിരുന്നു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഖുർആനിന്റെ അർത്ഥം. അതുപോലും ഈ 10-40 കൊല്ലത്തെ ജീവിതായുസിൽ ഒരു പ്രാവശ്യം പോലും ഖുർആനിന്റെ ആശയം പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല നമ്മൾക്കെങ്കിൽ. യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. റബ്ബേ, എന്റെ ഈ സമൂഹം നിന്റെ ഖുർആനിനെ അവഹേളിച്ചവരാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിഭവം പറയുന്ന, പരാതി പറയുന്ന, ആക്ഷേപിച്ചു പറയുന്ന ആളുകൾ നമ്മളാകുമോ എന്നതാണ് ചോദ്യം. ഒരു രോഗിക്ക് ഡോക്ടർ എഴുതിയ മരുന്ന് അയാൾ എല്ലാ ദിവസവും വീട്ടിൽ കൊണ്ടുപോയി ചുംബിക്കുന്നു, കുടിക്കുന്നില്ല, രോഗം മാറില്ലല്ലോ. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനുള്ളതല്ല, പാരായണം ചെയ്യാനും കൂടിയുള്ളതായിരുന്നു. നമ്മൾ അതിന്റെ വെറും പാരായണത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് ഖുർആൻ പഠന മേഖലകളിലേക്കോ ഖുർആനിന്റെ ആശയതലങ്ങളിലേക്കോ നമ്മൾ ഇറങ്ങുന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എവിടെയാണ് പരിവർത്തനം? 10 നേരം കള്ളു കുടിച്ചിരുന്നവർ 5 നേരം നമസ്കരിക്കുന്നവരായിട്ട് മാറിയത് വിശുദ്ധ ഖുർആൻ കൊണ്ടാണെങ്കിൽ, അതേ ഖുർആൻ നമ്മുടെ മുമ്പിലുണ്ടായിട്ടും നമ്മൾ വായിക്കാനും പഠിക്കാനും തയ്യാറാകാത്ത കാലം എങ്ങനെയാണ് നമ്മിൽ സംസ്കരണങ്ങൾ ഉണ്ടാവുക? മുസ്ലിമായ നമ്മളെ ചൂണ്ടിയിട്ട് അയാളെ കടയിൽ പോകാൻ പാടില്ല, അയാൾ അറിവ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഖുർആൻ ഇല്ല എന്നല്ലേ എന്റെ അർത്ഥം. നമ്മുടെ ഓട്ടോയില് വഴിയറിയാത്തൊരു മനുഷ്യൻ കയറി നമ്മൾ 2 റൗണ്ട് ചുറ്റിയടിച്ച്
ഒരു 50 രൂപ ഏറെ വാങ്ങുകയുടെ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ ഖുർആനിലാണ്. മരത്തെപ്പറ്റി അറിയാത്ത ഏതെങ്കിലും ഒരു സാധു നമ്മുടെ ഷോപ്പിൽ വന്ന് നമ്മള് പൊടണിന്റെ മരം പെയിന്റ് അടിച്ച് പോളിഷ് ചെയ്ത് തേക്കാന്ന് പറഞ്ഞ് കൊടുക്കണമെങ്കിൽ അതിന്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ ഖുർആനിലാണ്. എല്ലാ ദിവസവും രാവിലെ 10 മണിക്ക് തുടങ്ങുന്ന ജോലിക്ക് നമ്മൾ എന്നും 10-ആയിട്ട് വരികയും 5 മണിക്ക് അവസാനിക്കുന്ന ജോലിക്ക് 4:30 ഇറങ്ങിപ്പോരുകയും വൈരുളിൽ മുത്തഫിൽ കുറക്കുന്നവർക്ക് മഹാനാശം എന്നുള്ള ആയത്ത് നമ്മളെ കുറിച്ചാണ്. ഇങ്ങനെ ജീവിതത്തിന്റെ എല്ലാ മേഖലയെ കുറിച്ച് ആലോചിച്ചു. നമ്മൾക്ക് സത്യവും അസത്യവും വേർതിരിക്കുന്ന എന്റെ ജീവിതത്തിന്റെ നിലപാടുകൾ എന്താകണം, എന്റെ അഭിപ്രായങ്ങൾ എന്താകണം, എന്റെ പെരുമാറ്റം എന്താകണം, എന്റെ വ്യക്തിത്വം എന്താകണം, എന്റെ ക്യാരക്ടർ എന്താകണം എന്ന് കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്ന ഖുർആൻ നമ്മൾ പഠിക്കാൻ തുടങ്ങണം. പരിശുദ്ധ റമദാനിൽ നമ്മുടെ മുൻഗാമികൾ ഓതി തീർത്ത എണ്ണങ്ങൾ കേട്ട് അത്ഭുതം കൂറുന്നതിന് പകരം 7 ദിവസങ്ങൾ പിന്നിടുമ്പോൾ നമ്മുടെ ഖുർആൻ പാരായണത്തിന്റെ അവസ്ഥ എന്ത് എന്ന് ആലോചിക്കണം. ആദ്യ 10 തുടക്കത്തിൽ നടുക്കമെന്നോണം പെട്ടെന്ന് തീർന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ ഭൂരിഭാഗം ആളുകൾക്കും ആലസ്യം പിടിപെടും. മൂന്നാമത്തെ അധികം ആളുകളും അങ്ങാടികളിലും ഷോപ്പിങ്ങിലും സമയം ചെലവഴിക്കും. ഇതിന്റെ ഇടയിൽ വിശുദ്ധ ഖുർആനുമായുള്ള ബന്ധം ഒന്ന് പുതുക്കിയെടുക്കാൻ നമ്മൾക്ക് സമയം എവിടെയെന്ന് ഗൗരവത്തിൽ ആലോചിക്കണം. റമദാൻ 1-ന് നമ്മൾ പറഞ്ഞ ആ പ്ലാനോട് കൂടി ഇപ്പോഴും മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടോ എന്ന് സ്വയം ആലോചിക്കണം. നമ്മളൊന്ന് സമയം കണ്ടെത്തി ആത്മാർത്ഥമായിട്ട് പഠിക്കാൻ തയ്യാറാകും. പക്ഷെ ആയത്തുകളുടെ ആശയം നമ്മൾക്ക് മനസ്സിലാകാതെ വരും. അപ്പൊ നമ്മൾ അമാനി മൗലയുടെ തഫ്സീറിലേക്ക് മടങ്ങണം. ഈ റമദാൻ കഴിയുന്നതോടുകൂടി സ്ഥിരമായിട്ടൊരു പഠന മേഖല ഒരു നടപ്പിൽ വരുത്താവുന്ന രൂപത്തിൽ നമ്മൾ തുടങ്ങണം. തുടങ്ങിയ സംരംഭങ്ങളിൽ നമ്മൾ ചെന്നിരിക്കണം. ശുദ്ധ ഖുർആന്റെ ആശയതലങ്ങൾ നമ്മളോട് പഠിക്കാൻ ആരംഭിക്കുമ്പോൾ അല്ലാഹു നമ്മളോട് സംസാരിക്കാൻ തുടങ്ങുന്നത് നമുക്ക് നേർക്ക് നേരെ അനുഭവിക്കാൻ തുടങ്ങും. അതിലൂടെ നമ്മുടെ ജീവിതത്തിൽ വലിയ പരിവർത്തനങ്ങൾ ഉണ്ടാകുമെന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ആ പരിവർത്തനമാണ് നാം ആഗ്രഹിക്കേണ്ടത്. മൻജഅലഹു അമാമഹു ഖാദഹു ഇലൽ ജന്ന. ആരാണോ പരിശുദ്ധ ഖുർആനെ ജീവിതത്തിന്റെ മുമ്പിൽ കൊണ്ടുവെക്കുന്നത് ആ ഖുർആൻ അയാളെ സ്വർഗ്ഗത്തിലേക്ക് വഴി നടത്തും. ആരാണോ ആ ഖുർആനെ ജീവിതത്തിന്റെ പിറകിൽ കൊണ്ടുപോയി സ്ഥാപിക്കുന്നത് അത് അയാളെ നരകത്തിൽ എത്തിക്കുകയും ചെയ്യും. അതുകൊണ്ട് പ്രിയരെ, വിശുദ്ധ ഖുർആനുമായിട്ട് ബന്ധമുണ്ടാക്കിയെടുക്കാൻ ആ ഖുർആന്റെ പഠനങ്ങളിലേക്ക് ആരംഭിക്കത്തക്കവണ്ണം റമദാനിൽ നമ്മൾ ദീർഘമായ തഫ്സീർ വായനയിലേക്ക് ഇറങ്ങേണ്ടതേയില്ല. റമദാൻ ഉടനീളം ഖുർആനിന്റെ പാരായണത്തിൽ ഫോക്കസ് ചെയ്ത് ആ ഖുർആനുമായി ഹൃദയബന്ധമുണ്ടാക്കി ഇനി എന്താണ് ഇതിന്റെ ആശയം എന്നറിയാനുള്ള ആകാംക്ഷയിൽ നമ്മൾ തുറക്കണം. ഗൾഫിൽ നിന്ന് വരുന്ന ഉപ്പയുടെ പെട്ടി, ആ പെട്ടിയുടെ ഉള്ളിൽ എന്താണ് എന്നറിയാൻ ആകാംക്ഷയും കൊതിയുമുള്ള മക്കളാണ്. നമ്മൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫുട്ബോൾ പ്ലെയർ, അയാളുടെ ഭാഷയിൽ നമ്മൾക്ക് വേണ്ടി ഒരു കത്ത് അയച്ചാൽ ആ കത്ത് തുറന്നു നോക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകാത്തൊരു ഭാഷ, നമ്മൾ ആരും ആ കത്ത് എനിക്കത് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞ് കത്തിച്ചു കളയാനോ ചുരുട്ടിയെറിയാനോ പോകുന്നില്ല. അതിന്റെ സാധ്യതകൾ മനസ്സിലാക്കി മൊബൈൽ ഉപയോഗിച്ചോ ആ ഭാഷ അറിയുന്ന മനുഷ്യനെ പോയി കണ്ടോ അതിന്റെ പരിഭാഷ എടുത്ത് പഠിക്കാൻ, അതിന്റെ ആശയം മനസ്സിലാക്കാൻ ശ്രമിക്കുമെങ്കിൽ പരിശുദ്ധ ഖുർആൻ 7 ആകാശങ്ങൾക്കപ്പുറത്ത് അല്ലാഹു നമ്മൾക്ക് ഓരോരുത്തർക്കും അയച്ചൊരു കാർഗോയാണ്. അതിന്റെ ഓരോ ഗൗണത്തെയും വായനയും മുമ്പില്ലാത്ത വിധമുള്ള പുതിയ പുതിയ ആശയങ്ങൾ നമ്മൾക്ക് മനസ്സിലാവും. അതായത്തി ലോകത്തെ ഏറ്റവും അധികം ആളുകൾ മനഃപ്പാഠമാക്കിയ ഗ്രന്ഥം, ലോകത്തെ ഏറ്റവും അധികം ആളുകൾ പിൻപറ്റിക്കൊണ്ടിരിക്കുന്ന ഗ്രന്ഥം, ലോകത്തെ ഏറ്റവും അധികം അച്ചടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഗ്രന്ഥം, ലോകത്തെ ഏറ്റവും അധികം ആളുകൾ ഹൃദിസ്ഥമാക്കി സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രന്ഥം, ലോകത്ത് ഇറങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ ഒരു മാറ്റത്തിരുത്തലിനും വിധേയമാകാത്ത ഗ്രന്ഥം, കാവ്യ സാമ്രാട്ടുകൾക്ക് മുമ്പിലേക്കാണ് വിശുദ്ധ ഖുർആനിന്റെ അവതരണം. എന്നിട്ട് വെല്ലുവിളിച്ചു, ഇതേപോലെ ഒരു ആയത്ത് കൊണ്ടുവരാൻ പറ്റുമോ? കൊണ്ടുപോവാ. ഒരു സൂറത്ത് കൊണ്ടുവരാൻ പറ്റുമോ? കൊണ്ടുപോവാ. ഒരു ഗ്രന്ഥം കൊണ്ടുവരാൻ പറ്റുമോ? കൊണ്ടുപോവാ. ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ നമ്മൾ എല്ലാം നിമിഷ നേരം കൊണ്ട് കിട്ടുന്ന AI-ക്ക് പോലും മനുഷ്യൻ എത്ര വളർന്നാലും മനുഷ്യന്റെ സാങ്കേതിക കൊണ്ട്, മനുഷ്യന്റെ വിജ്ഞാനം കൊണ്ട് ഖുർആനോട് ഇടയൊറ്റ ഒന്നും ഉണ്ടാക്കാൻ പറ്റൂല എന്ന് ബോധ്യം ഉണ്ടായിട്ടും ആ അത്ഭുത ഗ്രന്ഥം നമ്മൾക്ക് ഒരാവർത്തി വായിക്കണമെന്ന മനസ്സിൽ ആഗ്രഹവും താല്പര്യവും പ്രാർത്ഥനയും ഇപ്പോഴും കടന്നു വരുന്നില്ല എങ്കിൽ റമദാൻ പിന്നെ എന്തിനാണ്?
അതിഗൗരവത്തിൽ അവനവനെ കുറിച്ച് ആലോചിക്കുക, ആ ഖുർആന്റെ അഹ്ലുകാരായിട്ട് മാറുക. അള്ളാഹുവിന്റെ സ്പെഷ്യൽ കുടുംബമാണ് ഖുർആന്റെ ആളുകൾ. ആ കുടുംബത്തിൽ ഉൾപ്പെടാൻ വേണ്ടി പരിശ്രമിക്കുക. സൂചിപ്പിക്കാനുള്ള ഒരു വിഷയം, ഇന്ന് സക്കാത്തുമായി ബന്ധപ്പെട്ട ക്ലാസ് രാവിലെ 9 മണിക്ക് പള്ളിയിൽ, നമ്മുടെ മാനശാല പള്ളിയിൽ വെച്ചിട്ട് അള്ളാഹു നമ്മുടെ കയ്യിൽ 100 റുപ്യ തരുമ്പോ അള്ളാഹ് നമ്മോട് പറയുന്നത് 97 റുപ്യ നിങ്ങൾ എടുത്തോളി, ബാക്കി 2.5 നിങ്ങൾക്കുള്ളതല്ല. പാവപ്പെട്ടവന് കൊടുക്കാൻ വേണ്ടി പടച്ചോ നമ്മുടെ കയ്യിൽ തന്നതാണ്. അത് അവനാന്റെ പോക്കറ്റ് കിട്ട കൊടുക്കാനാണെങ്കിൽ അതിന് പടച്ചോട്ട് ഭയങ്കര വില കൊടുക്കേണ്ടി വരുന്നു. ദുനിയാവിലും അതിന്റെ പേരിൽ നമ്മൾ പ്രയാസം അനുഭവിക്കുന്നു. നേർക്ക് നേരെ പടച്ചോ ഖുർആനിൽ പറഞ്ഞ വിഷയം. ആ സക്കാത്ത് എങ്ങനെയാകണം, എന്താകണം, സൂക്ഷ്മത എത്ര വേണം, കണക്ക് എങ്ങനെയാണ് കൃത്യമായി വിവരിക്കുന്ന അവനവന്റെ സംശയങ്ങളൊക്കെ ചോദിച്ചു ദൂരീകരിക്കാനുള്ള മഹാവസരം ഉപയോഗപ്പെടുത്തുക. റഹീമീനായ നാഥൻ കേട്ട കാര്യങ്ങൾ പറഞ്ഞ് എനിക്കും കേട്ട നിങ്ങൾക്കും പ്രാവർത്തികമാക്കാനും ഖുർആൻ അനുസരിച്ച് ജീവിതം ക്രമീകരിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.